എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ടർബോ ആഘോഷിക്കാൻ നമുക്കൊരു പേരുണ്ട് ഇപ്പോൾ, ടർബോ. നമ്മുടെ ആഘോഷം അതാട്ടോ ഇപ്പോൾ, നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച്. പിന്നെന്താ, തീർച്ചയായിട്ടും നല്ല വിജയം നേടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആഘോഷിച്ചോണ്ടിരിക്കും. അതെ, എന്താണെങ്കിലും വീഡിയോ, അതായത് സക്സസ് ട്രെയിലർ നമ്മുടെ ജോമിൻ ജോസഫ് ചെയ്തതാണ്. പിന്നെ മറ്റൊന്നുണ്ട്, ഒരു സ്നീക്ക് പീക്ക് ഇവർ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടതാണ്. ഇതിലേത് ആദ്യം കാണണം? രണ്ടും ഒന്ന് തന്നെയാണല്ലോ. പിന്നെ രണ്ടും ഒന്നല്ല, രണ്ടും ഒരു സിനിമേന്റെ തന്നെയാണ്. അപ്പൊ കുഴപ്പമില്ല, ഏത് കണ്ടാലും കുഴപ്പമില്ല. എന്നാ ഒരു ആ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, നമുക്കതിന് മുൻപ് ഒരു സ്റ്റില്ല് റിയാക്ഷൻ ചെയ്യാം. നീ സ്റ്റില്ലും ഉണ്ടോ? ശരി. യെസ്, ആൾക്കത് കാണിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, നീ കണ്ടതാ? ഞാൻ കണ്ടതാണോ? പക്ഷെ ഏതാ സ്റ്റില്ല് എന്നുള്ളത് നീ കണ്ടിട്ടില്ല, അതാണ്. യെസ്, ഇത് കണ്ടതാ. മെഗാ ഷോ പള്ളിപ്പെരുന്നാള്. അതിൽ സ്റ്റാറും ഉണ്ട്. ഒരു കിടിലൻ സാധനം, അത് കറക്റ്റാണ് ആ ഷോട്ട്. അതെ, അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ സിനിമയിൽ തന്നെ, ഇതേപോലെ തന്നെ കാണിക്കുന്ന, അതായത് ഡേഞ്ചർ എന്ന് കാണിക്കുന്ന ഒരു സാധനമുണ്ട്. ഇത് അതായത് മെഗാസ്റ്റാർ എന്നുള്ളത് ഇപ്പോൾ ടൈറ്റിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താറില്ല. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഫാൻസിന് വേണ്ടി മെഗാസ്റ്റാർ എന്ന് ഒന്ന് ഈ രീതിയിലെങ്കിലും കണ്ടത് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സിനിമയിലാണ്. അതെ, മെഗാ ഷോ. യെസ്, മെഗാ ഷോ. കൊള്ളാം. ഓക്കെ, എന്തായാലും നമുക്ക് സക്സസ് സെലിബ്രേഷൻ ട്രെയിലർ ആയിക്കോട്ടെ. ജോമിൻ ജോസഫ്. എന്താടാ, നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. ഇത് കണ്ടോ, കളിയുക അതീത യുതീത വെടി പൂരം. പടത്തിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് രാജ് പറഞ്ഞ് വിചാരിച്ച കുറെ നാറികളുണ്ട്, അവർക്കുള്ള ചെകിട്ടത്തിലുള്ള അയ്യ വിചാരിച്ച അവിടെ ക്രൂരതി കൊണ്ടും തൊടാൻ പറ്റും. കിണ്ണം കാറ്റിപ്പടം പരീക്ഷ വന്നതിന്റെ 10 ഇരട്ടിയുണ്ട് സിനിമ. ഞാനിവിടെ വീഴുവാൻ എന്റെ കൂടെ ഒരു 10-15 പേരെ കിട്ടാം. മമ്മൂട്ടി പ്രായത്തിൽ കാണിക്കണം, അതായത് വൺമാൻ ഷോ പുള്ളികളാ. ജാർഗോ ജോസിന്റെ തിരുവിളയാടെന്ന് പറയത്തില്ല, അമ്മാതിരായിട്ട് ഒരു 72-കാരന്റെ അഴിഞ്ഞാട്ടം. മമ്മൂക്കെ കളിയാക്കുന്ന അവന്മാരൊക്കെ ഒന്ന് കാണും. 79 വയസ്സിൽ മമ്മൂക്കാടെ ഒരു പ്രകടനം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കയറി അടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനമുണ്ട്. മമ്മൂക്കയുടെ പക്ക മാസ് സാധനം. ടർബോ പൊളി. ജോമിൻ ജോസഫ് പൊള്ളിച്ചു. എനിക്ക് ആ ഫൈറ്റിന്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് മറ്റേ ഇതാണ് ഓർമ്മ വരിക. ആ ഒരു സാധനല്ലേ, ഓനെ കാല് വിരിച്ചു വെച്ചിട്ട് നമ്മളാ റിവ്യൂല് പറഞ്ഞായിരുന്നു, കാലിങ്ങനെ വിരിച്ചു വെച്ചിട്ടൊരു കുത്ത്. അതൊരു ഒന്നൊന്നര സാധനമാണ്. പിന്നെ ഇൻട്രോ ഫൈറ്റില്ലേ, സെക്കൻഡ് ഇൻട്രോ, അതിലുണ്ടല്ലോ ആ വണ്ടിയുടെ മുകളിലേക്ക് കയറിയിരിക്കുന്നത്, കാറിന്റെ മുകളില് അങ്ങനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചാടിയിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇരുത്തുണ്ട് ഇങ്ങനെ കൈ കുത്തിയിട്ട്. അത് കിട്ടില്ലനാ, അതൊരു ഒന്നൊന്നര ഐറ്റം ആണ്. പിന്നെ ക്ലൈമാക്സിൽ ആ മൂവിങ്ങിൽ ഇറക്കുന്നത്, വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി നിർത്തലും ഇറങ്ങലും ഒരുമിച്ചാണ്. അത് സൂപ്പർ അടിപൊളി. അതും ആ ഷോട്ട് വെച്ചിരിക്കുന്നതാണ് അതിന്റെ അപ്പുറം. പിന്നെ അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രോന്റെ ആ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കുള്ള ആ ഇൻട്രോന്റെ തൊട്ട് മുന്നേ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ആ സാധനം അങ്ങനെ കേൾക്കുമ്പോൾ അറിയാണ്ട് ഒരു ഒച്ചയൊക്കെ വരും. അതിന് ഒന്നൊന്നര ഡയലോഗാ. അതെ, അതൊരു മാരക സാധനം. പിന്നെ ചേസിങ്ങിലുള്ള പാർക്കിങ്
അതൊക്കെ കൊടൂര സാധനമാണ്. എന്റെ അത് നമ്മള് മറ്റേ റോഷാക്കിൽ ഒരു സാധനം കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയ്ക്ക് ഇല്ലായിരുന്നു. ഇല്ലല്ല, അത് ഓപ്പൺ സ്പേസിൽ കൊണ്ടുവന്നിട്ട് സാധാരണ പോലെ വണ്ടി കൊണ്ടേ നിർത്തുന്നുള്ളൂ. പക്ഷെ ഇതുണ്ടല്ലോ റണ്ണിങ്ങില് ഒരു എന്താ പറയാ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് 2 വണ്ടീനെ ഇടയ്ക്ക് നിർത്തുന്ന ഒരു സാധനം. ഒന്നൊന്നര ഐറ്റമാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ പറയേണ്ട മുതല് രാജ്ബി ഷെട്ടി, അതായത് സിനിമയിലെ ഒരു വലിയ പോസിറ്റീവ് തന്നെയാണത്. തീർച്ചയായിട്ടും അങ്ങേരുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ളത് പറയാം. കാരണം ആൾക്ക് കൊടുത്തിരിക്കുന്ന സ്കോറിങ് ഭീകരാണ് ശരിക്കും. മമ്മൂക്കേന്റെ സ്കോറിനെക്കാട്ടിലും ഭീകരമാണ്. ആള് വന്നിങ്ങനെ ഇറങ്ങിയിട്ട് നടന്നിങ്ങനെ വരുമ്പോ തന്നെ നെഞ്ചിങ്ങനെ അടിക്കും. അമ്മാരി ബീറ്റ് എന്ത് ആള് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതെ, പിന്നെ ആളുടെ ശൈലി, മാനറിസങ്ങളും ചിരിയും ഭയങ്കര അടിപൊളിയുണ്ട്. വില്ലനൊക്കെ വേറെ ലെവലാ. ഒരാൾ ഇപ്പുറത്തഴിഞ്ഞാലും മറ്റേ അപ്പുറത്തഴിഞ്ഞാലും ഭീകര സാധനം. എന്തായാലും നമുക്കിനി സ്നീക്ക് പീക്കിലേക്ക് പോവാം. മമ്മൂട്ടി കമ്പനി തന്നെ ഇന്നലെ പുറത്തുവിട്ടതാണ്. ഓക്കെ, കാണാം. ഓമായൊന്നുമല്ലടാ, മയക്കൊക്കെ എടുത്തിരിക്കുവാ. 5 ഹിന്ദുമാരുണ്ട്. ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു ബമ്പിൾ, ഹിന്ദു പ്ലസ് ടു, ഹിന്ദു ടിൻഡർ, ഹിന്ദുസ്. ഈ ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു പ്ലസ് ടു ഒക്കെ മനസ്സിലായി. ഈ ബമ്പിളും ടിൻഡറൊക്കെ ആരാ? അപ്പന്മാരാണോ? ഓ, മറ്റേ ഞാൻ നമ്മുടെ സെമിത്തേരിയുടെ അടുത്തുള്ള അഞ്ചലി മരത്തെ കയറി പെരുന്നാൾ കണ്ടോ? താഴെ ഇറങ്ങത്തേ. അങ്ങനെ എങ്ങാനും നീ ചെയ്ത പിന്നെ കാലാകാലം നീ താഴേക്ക് ഇറങ്ങത്തില്ല. ഫുൾ ടൈം എയർ തന്നെ ആയിരിക്കും. അതാണ് മുതല്. കൊടൂര സ്ക്രീൻ പ്രസൻസും ഭീകരമായ ഷോയും. ഈ സീനില് ഞാൻ ഈ സീൻ കണ്ടപ്പോ എനിക്ക് തോന്നിയ സാധനം എന്താണെന്നറിയാം, കോസ്റ്റ്യൂം വൈറ്റും ആയി പോയത് മാത്രം. ഫൈറ്റില് ആ സമയത്ത് ബ്ലാക്കും കൂടി ആയിരുന്നെങ്കിലോ. എനിക്ക് ഇപ്പൊ ഈ സ്നീക്ക് പീക്കിൽ കണ്ടില്ലേ, അതായത് മമ്മൂക്കയുടെ കഥാപാത്രത്തിനെ വേറെ സ്ഥലത്തേക്ക് അയക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിലിരുന്നിട്ട് ഒരാളോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ സീൻ അതിലെന്തിനാന്നാണ് മനസ്സിൽ തോന്നിയത്. അത് കട്ട് ചെയ്താൽ പോരെ, അത് ആവശ്യമില്ലാത്ത ഒരാവശ്യമില്ലാത്തൊരു സാധനമാണത്. എങ്ങോട്ട് പോവാ അങ്ങോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഈ പറയുന്നത് അതൊരു സുഖമില്ലാത്തൊരു സാധനമായി, ഒരാവശ്യമില്ല. പിന്നെ ആ ഒരു സീൻ കഴിഞ്ഞിട്ടുള്ള പിന്നീട് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഭയങ്കര ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ എല്ലാ ഒറ്റ കളർ വരുമ്പോ പിന്നെ ഒരു ചെക്ക്, ആ ചെക്ക് സൂപ്പറാ, അടിപൊളിയാ. അങ്ങനത്തെ കുറെ ഐറ്റംസ് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഈ വൈറ്റിൽ വന്നപ്പോൾ മാത്രം ഒരു സുഖം കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും ഗംഭീരം. കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇനി വന്നേക്കാട്ടോ, ഇന്നും നാളെയൊക്കെ ആയിട്ട് അല്ലേ, അങ്ങനെയുള്ള സാധ്യതകളാണ് കാണുന്നത്. മേ ബി മേക്കിംഗ് വീഡിയോ ഒക്കെ സാധ്യത ഉണ്ട്, നോക്കാം. ഓക്കെ, ആണെങ്കിലും തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ അഭിപ്രായങ്ങൾ പറയുക. അതെ, എന്തായാലും വെറും 4 ദിവസം കൊണ്ട് 50 കോടിയിലേക്ക്, അതാണ് ഇപ്പോഴത്തെ ഒരു സൂചന. അതായത് ശരിക്കും കേരളത്തിലേക്കാൾ കൂടുതൽ കളക്ഷൻ GCCയിലാട്ടോ. അവിടെ പലരും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് നമുക്ക്, കാരണം ടിക്കറ്റ് കിട്ടുന്നില്ല, അത്രയ്ക്ക് 5-6 ഷോ ഒക്കെ നടക്കുന്നു അവിടെ. ഷോ രാത്രിയിലൊക്കെ, അതായത് 7 മണി, 7:15, 7:30, 7:45 അങ്ങനെ സ്ക്രീനുകൾ ഇഷ്ടംപോലെ 15 സ്ക്രീനൊക്കെ ഉള്ള ഇതുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതില് ഓരോ ഷോ ഇങ്ങനെയൊക്കെയാണെന്നാ പറഞ്ഞത്. എന്താ ആലോചിച്ചോക്ക്, ആ ഭാഗത്തോട്ട് തകർത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ നമുക്ക് അറിയാലോ എന്താ ഇവിടെ സംഭവിച്ചത്. അല്ല, ഭീഷ്മറോ സിനിമ അല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ GCC എന്നാണ്. അത് വേറെ ടെറിറ്ററി അല്ലേ, അത് അങ്ങേരുടെ ടെറിറ്ററി ആണെന്ന്, അത് മൂപ്പറെ ലോകമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കാണാത്തവരൊക്കെ പോയി കാണാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.